നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും ഈ രണ്ട് സ്മാരകങ്ങളും ഇന്നും ഒരേ കഥ പറയുന്നു. ഒരു വശത്ത് പ്രണയത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന താജ്മഹൽ, മറ്റൊരു വശത്ത് ശക്തിയുടെയും ചരിത്രത്തിന്റെയും സാക്ഷിയായ ആഗ്ര ഫോർട്ട്. ഒരു ചക്രവർത്തി തന്റെ പ്രിയപ്പെട്ടവൾക്കായി ലോകം വിസ്മയിക്കുന്ന ഒരു സ്മാരകം നിർമ്മിച്ചു. പക്ഷേ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ അത് ദൂരെ നിന്ന് മാത്രം കാണാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു, ആ സ്നേഹവും ചരിത്രവും അറിയാൻ. കാലം മാറിയെങ്കിലും ഈ കഥ ഇന്നും ഇവിടെ നിലകൊള്ളുന്നു. ഇത് താജ്മഹലിന്റെയും ആഗ്ര ഫോർട്ടിന്റെയും കഥയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് താജ്മഹൽ കാണാൻ പോവാ. ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞൊരു ചിത്രമാണ് താജ്മഹൽ. പോസ്റ്റ് കാർഡിലൂടെയും പാഠപുസ്തകങ്ങളിലൂടെയും ഒരുപാട് സിനിമകളിലൂടെയും റൊമാൻറ്റിക് സോങ്ങിലൂടെയൊക്കെയായി നമ്മുടെ മനസ്സിൽ കയറിയ താജ്മഹൽ. ഇന്നത് നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പാർക്കിങ്ങിൽ നിന്നും ഒരു ബാറ്ററി കാറിലാണ് ഞങ്ങൾ താജ്മഹലിൻ്റെ ഗേറ്റിലേക്ക് പോകുന്നത്. കുറച്ച് ദൂരമേ ഉള്ളൂ, നടന്നു വേണമെങ്കിലും പോകാം. ഞങ്ങൾ വെസ്റ്റ് ഗേറ്റിലേക്കാണ് വന്നത്. ഓൾറെഡി ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് ഗേറ്റ് പൊതുവെ നല്ല ക്രൗഡഡ് ആണ്. അതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്ത് ഈസ്റ്റ് ഗേറ്റിലേക്ക് പോകണമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് വെസ്റ്റ് ഗേറ്റ് ആയിരുന്നു അടുത്ത്. ഇന്ന് പക്ഷെ വെസ്റ്റ് ഗേറ്റിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ടിക്കറ്റ് ചെക്കിങ്ങും ബാഗ് ചെക്കിങ്ങും ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല രീതിക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. പവർ ബാങ്കും ട്രൈപോഡും ഈറ്റബിൾസും ഒന്നും ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല. വെസ്റ്റ് ഗേറ്റിൽ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണിത്. രണ്ട് സൈഡിലുമായിട്ട് റെഡ് സാൻഡ് സ്റ്റോണിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ നടന്നെത്തുന്നത് ദേ ആ കാണുന്ന കവാടത്തിന്റെ അടുത്തേക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് താജ്മഹലിന്റെ ഒരു ഫസ്റ്റ് വ്യൂ കിട്ടും. നല്ല വിശാലമായ ഒരു കോർട്ട്യാർഡ്. ആ കാണുന്നത് സൗത്ത് ഗേറ്റ് ആണ്. അതിലൂടെ ഇപ്പൊ എൻട്രി ഇല്ല. താജ്മഹൽ കാണാൻ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഈ ഒരു കവാടം കടന്നു വേണം ഉള്ളിലേക്ക് പോകാൻ. ഈ ഒരു കവാടം ദർവാസ ഇ റോസ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം കോമൺ ആയിട്ടും ഗ്രേറ്റ് ഗേറ്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഗ്രേറ്റ് ഗേറ്റിലൂടെ നടന്ന് ഞങ്ങളും അങ്ങനെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ നേരിട്ട് കാണാൻ പോവാണ്. ഇന്ത്യയിൽ ഇത്രയധികം ഹൈപ്പ് കിട്ടിയ ഒരു സ്മാരകമോ മറ്റൊരു ബിൽഡിങ്ങോ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. സോഷ്യൽ മീഡിയ അത്രയധികം താജ്മഹലിനെ ആഘോഷമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിൽ നോക്കിയാൽ അത് അർഹിക്കുന്നുമുണ്ട്. ലോകത്തുള്ള 7 അത്ഭുതങ്ങളിൽ ഒന്നായി കാണുന്ന താജ്മഹൽ നമ്മൾ ഓരോ ഇന്ത്യക്കാർക്കും വളരെയധികം അഭിമാനിക്കാവുന്നതാണ്. ലോകത്ത് പല കെട്ടിടങ്ങളും രാജാക്കന്മാരുടെ ശക്തിയെ കാണിക്കാൻ പണിതതാണ്. പക്ഷെ ഇവിടെ നിൽക്കുന്ന ഈ വെളുത്ത സ്മാരകം ഒരു സാമ്രാജ്യത്തിന്റെ ശക്തിയല്ല, അതൊരു മനുഷ്യന്റെ സ്നേഹത്തിന്റെ ശക്തിയാണ്. അതാണ് താജ്മഹൽ. ഭയങ്കര തിരക്കാണ്. ഇത്രയധികം ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. വീഡിയോ എടുക്കാൻ പോയിട്ട് ഇവിടെ നിന്ന് ശരിക്കും ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്ത അത്ര തിരക്ക്. ശരിക്കും താജ്മഹലിന്റെ റിയൽ വേഴ്സസ് റിയൽ ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒരു ശനിയാഴ്ചയാണ്. ശനിയാഴ്ച തിരക്കുണ്ടാവുമെന്ന് അറിയായിരുന്നു. പിന്നെ നമ്മുടെ ട്രിപ്പിന്റെ പ്ലാൻ പ്രകാരം നമുക്ക് വേറൊരു ദിവസമില്ലായിരുന്നു. നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പം ശനിയും ഞായറും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഫ്രൈഡേ താജ്മഹൽ ക്ലോസ്ഡ് ആട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. നിങ്ങൾ 50 രൂപ ടിക്കറ്റ് എടുത്താണ് താജ്മഹൽ കാണാൻ വരുന്നതെങ്കിൽ ഈ കോർട്ട്യാർഡ് വരെ മാത്രമേ പ്രവേശനമുള്ളൂ. നിങ്ങൾക്ക് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ മൗസേലിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ 200 രൂപയുടെ ടിക്കറ്റും കൂടി എടുക്കണം. അതും ഓൺലൈനിൽ അവൈലബിൾ ആണ്. 2 ടിക്കറ്റും ഇവിടെ വന്നാലും കിട്ടും. പക്ഷെ ഓൺലൈനിൽ എടുത്ത് വരാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. താജ്മഹലിന്റെ തറയുടെ വലിപ്പം മാത്രം ഒന്ന് നോക്കിയേ. ഇപ്പൊ ഇതിന്റെ വലിപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും.
ദൂരെയാ കാണുന്നത് നമ്മൾ നേരത്തെ നടന്നു വന്ന ഗ്രേറ്റ് ഗേറ്റ് ആണ്. ഈ കണ്ട ജനങ്ങളെല്ലാവരും ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഒന്ന് നേരിട്ട് കാണാൻ വന്നവരാണ്. താജ്മഹലിന്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. സോ ഉള്ളിലെ വിഷ്വൽസ് ഒന്നുമില്ല. ഉള്ളില് മുംതാസ് മഹലിന്റെ മാത്രമല്ല കേട്ടോ, ഷാജഹാന്റെയും കൂടി ഖബറുണ്ട്. 4 സൈഡിലുമുള്ള ഈ മിനാരങ്ങളാണ് താജ്മഹലിന്റെ ഭംഗി ഒന്നും കൂടി കൂട്ടുന്നത്. ഈ 4 മിനാരങ്ങളും മെയിൻ മൗസോളിയത്തിൽ നിന്ന് കുറച്ച് പുറത്തേക്കാണ് ചെരിഞ്ഞു നിൽക്കുന്നത്. ഭൂമികുലുക്കോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഇത് വീഴുകയാണെങ്കിൽ പുറത്തേക്ക് വീഴാനാണ് ഇങ്ങനെ പണിതിരിക്കുന്നത്. താജ്മഹലിന്റെ ബാക്കിലായിട്ട് നമുക്ക് യമുന നദി കാണാം. യമുന നദി ഒന്ന് വളഞ്ഞു പോകുന്ന ഭാഗത്താണ് താജ്മഹൽ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മെഹ്താബ് ബാഗ് എന്നൊരു ഗാർഡൻ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് താജ്മഹലിന്റെ നല്ലൊരു വ്യൂ കിട്ടും. 5ാമത്തെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയുടെ ഓർമ്മയ്ക്കായി പണിതെടുപ്പിച്ചതാണ് താജ്മഹൽ. ഷാജഹാൻ ചക്രവർത്തിയുടെ 2ാമത്തെ ഭാര്യയായിരുന്നു മുംതാസ് മഹൽ. ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ മാത്രമല്ല, ആ കാലത്തെ എംപ്രസ് കോൺസോർട്ട് കൂടിയായിരുന്നു മുംതാസ് മഹൽ. തന്റെ 14ാമത്തെ കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന സമയത്താണ് മുംതാസ് മഹൽ മരണപ്പെടുന്നത്. മരണത്തിന് മുൻപായിട്ട് മുംതാസ് മഹൽ ഷാജഹാൻ ചക്രവർത്തിയോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. തന്റെ ഓർമ്മയ്ക്കായി ഒരു പ്രണയസ്മാരകം പണിയണം. അങ്ങനെയാണ് 7 വണ്ടേഴ്സിലെ ഒന്നായ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ഒന്നായ നമ്മുടെ താജ്മഹൽ നിർമ്മിക്കുന്നത്. താജ് എന്നാൽ ക്രൗൺ എന്നാണ്, മഹൽ എന്നാൽ പാലസ് എന്നും. ആൻഡ് ദിസ് ഈസ് ലിറ്ററലി ദ ക്രൗൺ പാലസ്. ഇന്ന് നല്ല തണുപ്പുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ വെയിലത്ത് നിൽക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. തണലത്തേക്ക് എത്തുമ്പോഴേക്കും വിറയ്ക്കാൻ തുടങ്ങുക. ഇത്ര തിരക്കൊന്നും ഇല്ലാതെ താജ്മഹൽ കാണണമെങ്കിൽ ഏർലി മോർണിംഗ് വരണം. ഞങ്ങൾ ആക്ച്വലി ഏർലി മോർണിംഗ് എണീറ്റ് റെഡി ആയതാണ്, ഞാനും രോഹിതേട്ടനും കൂടി ഇങ്ങോട്ട് വരാനായിട്ട്. പക്ഷെ നല്ല കോടയായിരുന്നു. ആ കോടയിൽ എന്തായാലും ഇവിടെ വന്നാൽ ഒന്നും തന്നെ കാണാൻ പോകുന്നില്ല. എന്നാലും കുറച്ചും കൂടി നേരത്തെ വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഫാമിലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. താജ്മഹൽ പ്രണയത്തിൻ്റെ സ്മാരകമായിരുന്നെങ്കിൽ ആഗ്ര ഫോർട്ട് ശക്തിയുടെ പ്രതീകമായിരുന്നു. ഇനി നമുക്ക് ആഗ്ര ഫോർട്ട് കാണാം. താജ്മഹലിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമുണ്ട് ആഗ്ര ഫോർട്ടിലേക്ക്. ഈ ആഗ്ര ഫോർട്ട് റെഡ് ഫോർട്ട് എന്നും അറിയപ്പെട്ടിരുന്നു. മുഗൾ വംശത്തിന്റെ 4 തലമുറകളിലൂടെയാണ് ഈ ആഗ്ര ഫോർട്ട് കടന്നുപോയിരിക്കുന്നത്. 1565 അക്ബർ ചക്രവർത്തി ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമാക്കുന്നത്. 1573 ആഗ്ര ഫോർട്ടിന്റെ പണി കഴിയുന്നത്. 4000 തൊഴിലാളികൾ 8 വർഷത്തോളം പണിയെടുത്താണ് ഈ കിലയുടെ നിർമ്മാണം പൂർത്തിയാവുന്നത്. പിന്നീട് വന്ന ജനറേഷൻസും ഓരോരോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഏകദേശം 450 വർഷത്തിനടുത്ത് പഴക്കമുണ്ട് ഈ ഫോർട്ടിന്. 3 ഗേറ്റ് കടന്നു വേണം നമ്മൾ ആഗ്ര ഫോർട്ടിന്റെ ഉള്ളിലേക്ക് എത്താൻ. പക്ഷെ ഈ 3 ഗേറ്റും നേരെയല്ല, ഓരോ സിഗ്സാഗ് പാറ്റേണിലാണ്. ശത്രുക്കൾക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാതിരിക്കാനും ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് കാണാതിരിക്കാനുമാണ് ഈ ഒരു സിഗ്സാഗ് പാറ്റേൺ. ഞങ്ങൾ ഇപ്പോൾ നടക്കുന്ന നടപ്പാത ശ്രദ്ധിച്ചില്ലേ? ഇത് വളരെ ചെരിച്ചാണ് പണിതിരിക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്.
അന്നത്തെ കാലത്ത് ശത്രുക്കളെ തുരത്തുന്നതിനു വേണ്ടി വലിയ ഉരുളൻ കല്ലുകൾ ഇതിന്റെ മുകളിൽ നിന്ന് ഉരുട്ടി വിട്ടിരുന്നു. അതേപോലെ തന്നെ ഈ ചുമരിന്റെ മുകളിൽ നിന്ന് തിളച്ച എണ്ണയും തിളച്ച വെള്ളവും ഒക്കെ ശത്രുക്കളുടെ നേരെ ഒഴിച്ചിരുന്നു. ഈ ഒരു ഭിത്തി കണ്ടോ? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലാഹോറി ബ്രിക്സ് ആണ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് താജ്മഹലും നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് ഇതിന്റെ മുകളിലാണ് മക്രാണ മാർബിൾ പതിച്ചിരിക്കുന്നത്. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു പാലസ് കാണാം. ഇതാണ് ജഹാംഗീർ പാലസ്. എന്നാൽ അക്ബറിന്റെ സമയത്ത് ഇത് രംഗ് മഹൽ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇതൊരു കൊട്ടാരം മാത്രമായിരുന്നില്ല, മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തിയുടെ പ്രതീകം കൂടിയായിരുന്നു. ഇവിടെ നിന്നാണ് മുഗൾ സാമ്രാജ്യം ഇന്ത്യയുടെ വലിയൊരു ഭാഗം നിയന്ത്രിച്ചിരുന്നത്. രാജധാനിയും സൈനിക കേന്ദ്രവും ഭരണകേന്ദ്രവും എല്ലാം ഈ കോട്ടയ്ക്കുള്ളിലായിരുന്നു. ആയിരക്കണക്കിന് സൈനികരും ശക്തമായ കവാടങ്ങളും ഈ കോട്ടയെ അജയ്യമായ കോട്ടയാക്കി. ഇവിടെ ജഹാംഗീർ ചക്രവർത്തിയുടെ കടപ്പുമുറിയും ലൈബ്രറിയും ഒരു ഡൈനിങ് ഏരിയയും പിന്നെ ഒരു ഹിന്ദു ക്ഷേത്രവുമായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ ഇത് രംഗ് മഹൽ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അക്ബർ ചക്രവർത്തി ഏറ്റവും മുകളിലിരിക്കുകയും വിശേഷ ദിവസങ്ങളിൽ താഴെ നൃത്തവും കലാപരിപാടികളും ഒക്കെ നടന്നിരുന്നു. ഈ ഒരു സ്പോട്ടിൽ നിന്ന് ദൂരെ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ കയറി ചെല്ലുന്നത് ഖാസ് മഹലിലേക്കാണ്. ഷാജഹാൻ ചക്രവർത്തിയുടെയും മുംതാസ് മഹലിന്റെയും കടപ്പുമുറിയായിരുന്നു ഇത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതും താജ്മഹൽ പണിയാൻ ഉപയോഗിച്ച മക്രാണ മാർബിളാണ്.
ഖാസ് മഹലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫ്രണ്ടിൽ തന്നെ കാണുന്നതാണ് അങ്കൂരി ബാഗ്. ഇത് ഇവിടുത്തെ ഒരു ഗാർഡൻ ആയിരുന്നു. പിതാവായ ഷാജഹാനെ മകൻ ഔറംഗസേബ് ഇവിടെയായിരുന്നു 8 വർഷത്തോളം തടവിലാക്കിയിരുന്നത്. പിന്നീട് ഇവിടെ വച്ച് തന്നെയായിരുന്നു ഷാജഹാൻ ചക്രവർത്തിയുടെ മരണവും. ഈ ആഗ്ര ഫോർട്ടിന്റെ 25% ഏരിയയിൽ മാത്രമേ നമ്മൾ പബ്ലിക്കിന് എൻട്രി ഉള്ളൂ. അത് ഫുള്ളും റോയൽ കോംപ്ലക്സ് ആണ്. 75% ഇപ്പം ഇന്ത്യൻ ആർമിയുടെ അണ്ടറിലാണ്. അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. എന്നാലും ഈ ഒരു 25% എന്ന് പറയുന്നത് അത്യാവശ്യം നടന്ന് കാണാനുണ്ട്. യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ഒരു മോണുമെന്റ് ആണ് ആഗ്ര ഫോർട്ട്. ഇൻഡോ പേർഷ്യൻ രീതിയിലുള്ള ആർക്കിടെക്ചറാണ് ഇവിടെ അധികവും കാണാൻ സാധിക്കുക. ഈ വെള്ള കളറിലുള്ള ബിൽഡിംഗ് ആണ് ദീവാനെ ഖാസ്. ഫത്തേപൂർ സിക്രിയിലുള്ളതുപോലെ തന്നെ ഇവിടെയും ദീവാനെ ഖാസും ദീവാനെ ആമും ഉണ്ട്. താഴെ ആ കാണുന്ന ഭാഗത്ത് ആഴ്ചയിലെ ചില ദിവസങ്ങളിൽ മീന ബസാർ ഉണ്ടായിരുന്നു. അന്തപുരത്തിലെ സ്ത്രീകൾക്ക് അവശ്യ സാധനങ്ങൾ മേടിക്കാനുള്ള സ്ഥലമായിരുന്നു മീന ബസാർ. ആ കാലത്തെ കാര്യാലയങ്ങളായിരുന്നു ഇതൊക്കെ. അന്ന് ഇതിന് വാതിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ബ്രിട്ടീഷുകാരുടെ സമയത്താണ് ഇതിന് വാതിലൊക്കെ പിടിപ്പിച്ചത്. ബ്രിട്ടീഷ് ഗവർണറായ ജോൺ റസൽ കോൾവിൻ, അദ്ദേഹത്തിന്റെ ശവകുടീരമാണിത്. ഇവിടെ അടക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഈ ഒരു കോമ്പൗണ്ടിലായിരുന്നു ദീവാനെ ആം നടന്നിരുന്നത്. ആ ബാക്കിൽ കാണുന്ന വെള്ള ബിൽഡിങ്ങിന്റെ ഉള്ളിലായിരുന്നു ചക്രവർത്തിയും മന്ത്രിമാരും ഒക്കെ ഇരിക്കുന്നത്. സാധാരണ ആൾക്കാർ പുറത്തിരിക്കുകയും അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ചക്രവർത്തിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. താജ്മഹലിൽ മാത്രമല്ല, ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇങ്ങോട്ട് കയറാൻ തന്നെ ഞങ്ങൾ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 3 മണി വരെ സമയമുള്ളൂ. താജ്മഹലും ആഗ്ര ഫോർട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല സമയമായി. ഇനി ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല, റൂമിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കറണ്ട് അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.